ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷനിൽ 100 ക്വസ്റ്റ്യൻസ് വരെ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ല, ഇവിടം വരെയായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീണ്ടും പറയാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മുന്നത്തെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മൾ 200-ലധികം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻ കൂടി നമ്മുടെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അപ്പോൾ അതുകൂടി കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 101-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരുടെയും ഹോൾ ടിക്കറ്റൊക്കെ വന്നല്ലോ. ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിൽ ലഭ്യമായിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അത് ഇനിയും ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ചെക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. രാവിലെയാണ് കേട്ടോ എക്സാം നടക്കുന്നുള്ളത്. 7:15 to 9:15 ആണ് എക്സാം വരുന്നുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് വരാം. വേവ് ലെങ്ത് ഈസ് ബെസ്റ്റ് ഡിഫൈൻഡ് ആസ്. നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് റെഡിനാണ്, ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഉള്ളത് വയലറ്റിനാണ്. അതുപോലെ തന്നെ അപ്പോൾ ഡീവിയേഷൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ വേവ് ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സിമെട്രിക്കൽ പാർട്സ് ഓഫ് ദ വേവ് മോഷൻ. എന്താണ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സിമെട്രിക്കൽ പാർട്സ് ഓഫ് ദ വേവ് മോഷൻ? ഒരു വേവ് മോഷനകത്തുള്ള 2 സിമെട്രിക്കൽ പാർട്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്താ പറയുക? വേവ് ലെങ്ത്ത് എന്ന് പറയാം. വേവ് ലെങ്ത്ത് എന്ന് പറയാം. ഒരു 1 കംപ്ലീറ്റ് ഓസിലേഷന് നമ്മൾ എന്ത് പറയും? സൈക്കിൾ എന്ന് പറയും. ഒരു 1 കംപ്ലീറ്റ് ഓസിലേഷന് നമ്മൾ എന്ത് പറയും? സൈക്കിൾ എന്ന് പറയും. ആൻഡ് ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഇമാജിനറി പാർട്ടിക്കിൾ ഓൺ ദ വേവ് ഫ്രം ദ ബേസ് ലൈൻ ഈസ് ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഒരു ഇമാജിനറി പാർട്ടിക്കിളിൻ്റെ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ബേസ് ലൈനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ ആംപ്ലിറ്റ്യൂഡാണ്. കംപ്ലീറ്റ് ഓസിലേഷൻ ആണെന്നെങ്കിൽ അത് സൈക്കിളാണ്. ഇനി ഒരു പോർഷൻ ഓഫ് എ സൈക്കിൾ ആണെങ്കിൽ അത് ഫേസ് ആണ്. ഇനി വേവ് ലെങ്ത് ആണെങ്കിൽ ഒരു വേവ് മോഷനിനകത്ത് ഉണ്ടാകുന്നുള്ള 2 സിമെട്രിക്കൽ പാർട്സിന് ഇടയിലുള്ള ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ വേവ് ലെങ്ത് എന്ന് പറയാം. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഈസ് സീൻ ഇൻ ആൻറ്റി റിഫ്ലക്റ്റീവ് ലെൻസ് കോട്ടിങ്സ്. എവിടെയാണ്? ആൻറ്റി റിഫ്ലക്റ്റീവ് ലെൻസ് കോട്ടിങ്സിനകത്താണ് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് കാണപ്പെടുന്നുള്ളത്. If 2 waves with the same amplitude are half a cycle out of phase, they cancel out each other, which is termed as destructive interference. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഒരു ഫേസ്, ഒരു സൈക്കിൾ എന്താണ് എന്നൊക്കെ പഠിച്ചു അല്ലേ? അതിനകത്ത് ഉള്ള കാര്യം കൂടി കമ്പൈൻ ചെയ്ത് പറയുകയാണ് എന്താണ് ആൻറ്റി റിഫ്ലക്റ്റീവ്, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് റിഫ്ലക്റ്റൻസ് എന്നൊക്കെ, ഇൻ്റർഫറൻസ് എന്നൊക്കെ. സോ ഇഫ് 2 വേവ്സ് വിത്ത് സെയിം ആംപ്ലിറ്റ്യൂഡ്, 2 ആംപ്ലിറ്റ്യൂഡിലെ 2 ഫേസ് ആർ ഹാഫ് എ സൈക്കിൾ ഔട്ട് ഓഫ് ഫേസ്, ദ ക്യാൻസൽ ഔട്ട് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഡിസ്ട്രക്റ്റീവ് എന്ന് പറയും. അവർ ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയും. ഇൻ ലോ റിഫ്ലക്ഷൻ ലെൻസ് കോട്ടിങ്സ്, light reflected from the superficial layer and that from the deep surface cancel each other out, reducing reflectance. The corneal stroma, collagen bundles are spaced in order to minimize transmission of any deviated light, as this is eliminated by destructive interference. അപ്പോൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. Photochromic lenses change their transmission characteristics based on the intensity of incident light and do not use the principle of interference. അപ്പോൾ ഇവിടെ ഏത് ലെൻസാണ്? ഫോട്ടോക്രോമിക് ലെൻസാണ്. They will change their transmission characteristics based on the intensity of incident light. അപ്പോൾ വരുന്നുള്ള ഇൻസിഡൻറ്റ് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ഇവയുടെ ക്യാരക്ടറിസ്റ്റിക് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പ്രിൻസിപ്പിൾ ഓഫ് ഇൻ്റർഫറൻസിൽ യൂസ് ചെയ്യുന്നില്ല. ഏത് ലെൻസാണ്? ഫോട്ടോക്രോമിക് ലെൻസസ് ആണ്. ഓക്കെ. Which of the following is not a test of stereo acuity? Which of the following is not a test ആണ്? നോട്ട് എ ടെസ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ പെല്ലി റോബ്സൺ ടെസ്റ്റ് ആണ് സ്റ്റീരിയോ അക്യൂറ്റീൻ്റെ ടെസ്റ്റ് അല്ലാതെ വരുന്നുള്ളത്. ഏതാണ്? പെല്ലി റോബ്സൺ. പവർ ഓഫ് എ ലെൻസ് വിത്ത് ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് 10 സെൻറ്റിമീറ്റർ ആയാൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ്? D = 1/f ആണ്. എഫ് എപ്പോഴും എന്തിലുണ്ടാവണം? മീറ്ററിൽ വേണം എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 10 ഡയോപ്റ്റർ കിട്ടും. ഈ ഇക്വേഷൻ മറക്കില്ല എന്നറിയാം, എങ്കിലും ഓർക്കേണ്ട കാര്യം ഫോക്കൽ ലെങ്ത് എപ്പോഴും നമ്മൾ മീറ്ററിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്,
ദ യൂണിറ്റ് ഓഫ് ഇല്ലുമിനൻസ് ഈസ്, യൂണിറ്റ് ഓഫ് ഇല്ലുമിനൻസ് ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലുമിനൻസ് ആണെങ്കിൽ ലക്സ് ആയിരിക്കും, ലൂമൻ പെർ സ്ക്വയർ മീറ്റർ. ഇല്ലുമിനൻസിൻ്റെ യൂണിറ്റ് എന്താണ്? ലക്സ് ആയിരിക്കും. ഇനി ക്യാൻഡില എന്ന് പറയുന്നത് എന്തിൻ്റെ യൂണിറ്റ് ആണ്? ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ആണ്. ഇവിടെ ഉണ്ട്, ലൂമിനസ് ഇൻറ്റൻസിറ്റിയുടെ ആണ് എന്ത്? ക്യാൻഡില എന്ന് പറയുന്നത്. ഇനി വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ ആണെങ്കിൽ റേഡിയൻ്റ് ഡെൻസിറ്റീൻ്റെ ആണ്, റേഡിയൻ്റ് ഇൻറ്റൻസിറ്റീൻ്റെ ആണ് കേട്ടോ, ഇൻറ്റൻസിറ്റീൻ്റെ ആണ് വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ. ഇനി ലൂമൻ ആണെങ്കിൽ ലൂമിനസ് ഫ്ലക്സിൻ്റെ ആണ്. സോ ലൂമിനസ് ഫ്ലക്സിൻ്റെ ആണ് ലൂമൻ, ലൂമിനസ് ഇൻറ്റൻസിറ്റീൻ്റെ ആണ് ക്യാൻഡില. ലക്സ് എന്ന് പറഞ്ഞാൽ ഇല്ലുമിനസ് ആണ്, വാട്ട്സ് പെർ സ്റ്റെറേഡിയൻ വരുന്നുള്ളത് റേഡിയൻ്റ് ഇൻറ്റൻസിറ്റി ആണ്. അപ്പോൾ ഇത്രയും യൂണിറ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഇനിയുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവുമല്ലോ അല്ലേ, ഓപ്ഷൻ അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കുക, ഞാൻ ഡിഫൈൻ ചെയ്ത് തരാം. അല്ലാണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രോബ്ലം വിത്ത് സ്ഫെറിക്കൽ കറക്ഷൻ ഓഫ് അഫാക്കിയ? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ പ്രോബ്ലം വിത്ത് സ്പെക്ടക്കിൾ കറക്ഷൻ ഓഫ് അഫാക്കിയ? ഇവിടെ ഇമേജ് മാഗ്നിഫിക്കേഷൻ, റിംഗ് സ്കോട്ടോമ, പിൻക്യൂഷൻ ഡിസ്റ്റോഷൻ ഇതൊക്കെ പ്രോബ്ലം വിത്ത് സ്പെക്ടക്കിൾ കറക്ഷൻ ഓഫ് അഫാക്കിയ ആണ്. നോട്ട് എ പ്രോബ്ലം ഓഫ് അഫാക്കിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാരൽ ഡിസ്റ്റോഷൻ ആണ്, ബാരൽ ഡിസ്റ്റോഷൻ ആണ്. ഈ ബാരൽ ഡിസ്റ്റോഷൻ എപ്പോഴാണ് ഉണ്ടാവുക? ഹൈ മൈനസ് ലെൻസസിലാണ്. നെക്സ്റ്റ്, ഇൻഫൻസ് ആർ ബോൺ വിത്ത്, ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഹൈപ്പർമെട്രോപ്പിയ ആണ് കേട്ടോ. നെക്സ്റ്റ്, സിമ്പിൾ മയോപ്പിയ യൂഷ്വലി ഡസ് നോട്ട് എക്സീഡ് 6 diopter. So simple myopia usually does not exceed 6 diopter. Which of the following is degenerative myopia? ഇവിടെ congenital, simple, pathological, അതുപോലെ തന്നെ all of the above ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാണ്ട് all of the above ടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും, പക്ഷേ ഇവിടെ പാത്തോളജിക്കലാണ് കറക്റ്റായിട്ട് വരുന്നുള്ളത് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡീജനറേറ്റീവ് മയോപ്പിയ, അപ്പോൾ പാത്തോളജിക്കലാണ്. റിഫ്രാക്റ്റീവ് ഈസോട്രോപ്പിയ ഈസ് സീൻ കോമൺലി ഇൻ ഹൈപ്പർമെട്രോപ്പിയ. എന്താണ് റിഫ്രാക്റ്റീവ് ഈസോട്രോപ്പിയ? ഈസ് കോമൺലി സീൻ ഇൻ ഹൈപ്പർമെട്രോപ്പിയ. നെക്സ്റ്റ്, റേഡിയൽ കെരാട്ടോട്ടോമി ഈസ് യൂസ്ഡ് ടു കറക്റ്റ് മയോപ്പിയ. റേഡിയൽ കെരാട്ടോട്ടോമി ഈസ് യൂസ്ഡ് ടു കറക്റ്റ് മയോപ്പിയ. ഓക്കെ. നെക്സ്റ്റ്, ഇൻ കോമ്പൗണ്ട് ഹൈപ്പർമെട്രോപ്പിക് അസ്റ്റിഗ്മാറ്റിസം, ഇൻ കോമ്പൗണ്ട് ഹൈപ്പർമെട്രോപ്പിക് അസ്റ്റിഗ്മാറ്റിസം നമുക്ക് ട്രൂ സെൻറ്റൻസ് മാത്രം നോക്കാം കേട്ടോ. ബോത്ത് ദ ഫോക്കൈ ആർ ബിഹൈൻഡ് ദ റെറ്റിന. എന്താണ് ബോത്ത് ദ ഫോക്കൈ ആർ ബിഹൈൻഡ് ദ റെറ്റിന? ഇൻ കോമ്പൗണ്ട് ഹൈപ്പർമെട്രോപ്പിക് അസ്റ്റിഗ്മാറ്റിസം ബോത്ത് ദ ഫോക്കൈ ആർ ബിഹൈൻഡ് ദ റെറ്റിന. These complications of myopia include all except complications of myopia include vitreous degeneration, retinal detachment, cataract. ഈ ക്ലോസ്ഡ് ആംഗിൾ ഗ്ലോക്കോമ വരില്ല. ഓക്കെ. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരിക ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഫാർ പോയിന്റ് ഓഫ് ദ മയോപിക് ഐ ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർണിയൽ പ്ലെയിൻ. ഓക്കെ, ഫാർ പോയിന്റ് ഓഫ് ദ മയോപിക് ഐ ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കോർണിയൽ പ്ലെയിൻ. നെക്സ്റ്റ്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലെൻസ് അക്കോമഡേഷൻ എ മയോപിക് ഐ ഫോക്കസസ് ഇമേജസ്. ശ്രദ്ധിക്കുക, ഇൻ ദ ആബ്സെൻസ് ഓഫ് ലെൻസ് അക്കോമഡേഷൻ എ മയോപിക് ഐ ഫോക്കസസ് ഇമേജസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിന. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റിസ്ക് ഫാക്ടർ ഫോർ റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ്? അവിടെ മയോപ്പിയാണ് കറക്റ്റായിട്ട് വരിക. At 6 meter distance from the patient, the 6/6 letters shall subtend an angle of 5 minutes എന്നല്ല നമ്മൾ പറഞ്ഞു അല്ലേ, in the eye. A person standing in front of mirror finds his image larger than himself. This implies that the mirror is concave. ഞാൻ പറഞ്ഞു കോൺകേവ് ലെൻസിൻ്റെ, കോൺവെക്സ് ലെൻസിൻ്റെ, കോൺകേവ് മിററിൻ്റെ എല്ലാ പോസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഒരു ദിവസം കോൺവെക്സ് ലെൻസ് പഠിക്കുക, ഒരു ദിവസം കോൺകേവ് ലെൻസ് പഠിക്കുക, ഒരു ദിവസം കോൺകേവ് മിറർ, ഒരു ദിവസം കോൺവെക്സ് മിറർ. അപ്പോൾ കൺഫ്യൂഷൻ ആവില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോന്നായിട്ട് പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? എ പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ ഫ്രണ്ട് ഓഫ് എ മിറർ. ഏത് മിററാണെന്ന് പറഞ്ഞിട്ടില്ല. ഫൈൻഡ് ഹിസ് ഇമേജസ് ലാർജർ ദാൻ ഹിംസെൽഫ്. അപ്പോൾ എൻലാർജ്ഡ് ഇമേജ് ആണ് അവിടെ ഫോം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഏത് മിററിലാണ് എൻലാർജ്ഡ് ഇമേജ് വരുന്നതാണ് എന്ന് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ കോൺകേവ് മിറർ ആയിരിക്കും. എ റെറ്റിനോസ്കോപ്പി ഓൺ -2 diopter myope at 2/3 meters. ന്യൂട്രലൈസേഷൻ ഒക്കർ വിത്ത് പവർ -5.5 diopter ആണ് കേട്ടോ. -0.5 diopter ആണ്.
ദ റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് സെനൈൽ ന്യൂക്ലിയർ കാറ്ററാക്ട്. എന്താണ്? ദ റിഫ്രാക്റ്റീവ് എറർ അസോസിയേറ്റഡ് വിത്ത് സെനൈൽ ന്യൂക്ലിയർ കാറ്ററാക്ട് ആണ് മയോപ്പിയ. എന്താണ്? മയോപ്പിയ. ദെൻ സ്നെല്ലൻസ് ചാർട്ട് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് വിഷ്വൽ ആക്ടിവിറ്റി? അപ്പോൾ സ്നെല്ലൻസ് ചാർട്ട് നമുക്കറിയാം, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാട്ട് ടൈപ്പ് ഓഫ് വിഷ്വൽ ആക്ടിവിറ്റി? മിനിമം റെസൊല്യൂഷൻ. മിനിമം റെസൊല്യൂഷൻ. ഇവിടെ ഈ ക്വസ്റ്റ്യനും ഞാൻ സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾ ആവശ്യമാണെന്ന് തോന്നുന്നു വായിക്കുക. ഡിഫൈൻ ചെയ്ത് തരണമെങ്കിൽ, എക്സ്പ്ലെയിൻ ചെയ്ത് തരണമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. നെക്സ്റ്റ്, എ ഡീസെൻട്രേഷൻ ഓഫ് 10 mm from the optical center of +5 diopter lens produces a prismatic effect of dash prism diopters. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ഡീസെൻട്രേഷൻ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കറക്റ്റ് 5 ആണ് വരിക. 5 പ്രിസം ഡയോപ്റ്റർ ആണ് വരിക. അപ്പോൾ നമ്മൾ ആ കഴിഞ്ഞ ക്വസ്റ്റ്യനകത്ത് കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് നമ്മുടെ ഡീസെൻട്രേഷൻ എത്ര സെൻറ്റിമീറ്റർ ആണോ, എത്ര സെൻറ്റിമീറ്റർ ആണ്, ഇവിടെ മില്ലിമീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. 10 mm എന്ന് വെച്ചാൽ 1 cm ആണ്. അപ്പോൾ ആ സെൻറ്റിമീറ്റർ നമ്മൾ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് കണ്ടത്. അപ്പോൾ 1 × 5 ഇവിടെ 5 വരും. ഓക്കെ, ആ ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക. ദ റിഫ്രാക്റ്റിംഗ് പവർ ഓഫ് എ സിലിണ്ടറിക്കൽ ലെൻസ് ഈസ് അറ്റ് എ ഡാഷ് ഡിഗ്രീസ് ടു ദ ആക്സിസ്. 90 degrees ടു ദ ആക്സിസ് ആണ്. ഒരു റിഫ്രാക്റ്റിംഗ് പവർ ഓഫ് എ സിലിണ്ടറിക്കൽ ലെൻസ് is at 90 degrees to the axis. The image produced by a negative lens will not be real. Will not be real. ഒരു ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഏതാണ്, കോൺവെക്സ് മിറർ ആയാലും കോൺകേവ് ലെൻസ് ആയാലും ഓൾവേസ് എന്തായിരിക്കും? വിർച്വൽ ആയിരിക്കും. ഓക്കെ, കോൺകേവ് ലെൻസിനെയാണ് നമ്മൾ നെഗറ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. സോ കോൺവെക്സ് മിററിനെയും കോൺവെക്സ് ലെൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജ് എപ്പോഴും വിർച്വൽ ആയിരിക്കും. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെഗറ്റീവ് ലെൻസ് വിൽ നോട്ട് ബി ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ റിയൽ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ്, 1 prism diopter produces displacement of an object by 1 cm. 1 prism diopter produces displacement of an object by 1 cm. The image formed by a plane mirror is always virtual and erect. ഓക്കെ, റിയൽ ഇമേജ് ഒരിക്കലും പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇമേജ് ഫോംഡ് ബൈ എ പ്ലെയിൻ മിറർ ഈസ് ഓൾവേസ് വിർച്വൽ ആൻഡ് ഇറക്റ്റ്. A convex lens acts as a magnifying lens if the object is placed between the focus and optical center of lens. അങ്ങനെയാണെങ്കിൽ കോൺവെക്സ് ലെൻസ് ഒരു മാഗ്നിഫൈയിങ് ലെൻസ് as a unit of power diopter ആണ്. 1 diopter is a power of lens having focal length 100 cm. 100 cm. 1 diopter is a power of lens having focal length 100 cm. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, മീറ്റർ ഒക്കെ മാറിപ്പോവരുത്, ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ്, റിയൽ ഇമേജസ് ഫോംഡ് ബൈ എ സിംഗിൾ കോൺവെക്സ് ലെൻസ് ഈസ് ഓൾവേസ് ഇൻവേർട്ടഡ്. എന്താണ്? റിയൽ ഇമേജ് കോൺവെക്സ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. ഓക്കെ, റിയൽ ഇമേജസ് നമ്മുടെ കോൺവെക്സ് ലെൻസ് ഫോം ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. നമ്മൾ പറഞ്ഞു കോൺകേവ് ലെൻസ് ഒരിക്കലും റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യില്ല. പക്ഷേ കോൺവെക്സ് ലെൻസ് റിയൽ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതെങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് പൊസിഷനിലായിരിക്കും. വിഷ്വൽ അക്യൂറ്റി റെക്കോർഡഡ് ബൈ സ്നെല്ലൻസ് ചാർട്ട് ഈസ് എ മെഷർ ഓഫ് form sense. Okay, visual acuity recorded by Snellen's chart is a measure of form sense. Subdivision of visual acuity for hyperacuity is minimum discernible. So 3 subdivisions വരുന്നുണ്ട് visual acuityക്ക്. 3 subdivisions വരുന്നുണ്ട്. ഒന്ന് മിനിമം വിസിബിൾ ഡിറ്റക്ഷൻ ഓഫ് ദ പ്രസൻസ് ഓഫ് എ വിഷ്വൽ സ്റ്റിമുലസ്, പിന്നെ മിനിമം റിസോൾവബിൾ ഓർഡിനറി വിഷ്വൽ അക്യൂറ്റി, പിന്നെ നമ്മൾ പറഞ്ഞ മിനിമം ഡിസേണിബിൾ ഹൈപ്പർ അക്യൂറ്റി. അങ്ങനെ 3 ടൈപ്പ് സബ് ഡിവിഷനാണ് വിഷ്വൽ അക്യൂറ്റിക്ക് വരുന്നുള്ളത്. പിന്നെ യൂണിറ്റ് ഓഫ് ലൂമിനസ് ഫ്ലക്സ്. ലൂമിനസ് ഫ്ലക്സിൻ്റെ യൂണിറ്റ് ലൂമൻസ് ആയിരുന്നു. ഇല്ലുമിനൻസിൻ്റെ യൂണിറ്റ്സ് ലെക്സ് ആയിരുന്നു. പിന്നെ നമ്മൾ എന്താ വരുന്നു പറഞ്ഞാൽ ക്യാൻഡില, അത് ലൂമിനസ് ഇൻറ്റൻസിറ്റി ആയിരുന്നു അല്ലേ. ഇവിടെ 2 കൂടി ഉണ്ട്. അതുപോലെ തന്നെ ലാംബേർട്ടും അതുപോലെ തന്നെ ഫുഡ് കാൻഡിൽസും. ഫുഡ് കാൻഡിൽ ഈസ് 1 lumen per square foot. 1 lumen per square foot ആണ് എന്ത് വരുന്നുള്ളത്? ഇവിടെ ഫുഡ് കാൻഡിൽ വരുന്നുള്ളത്. ഇനി ലാംബേർട്ട് ആണെങ്കിലോ ലൂമൻ പെർ സ്ക്വയർ സെൻറ്റിമീറ്റർ. ലൂമൻ പെർ സ്ക്വയർ സെൻറ്റിമീറ്ററിനെയാണ് ലാംബേർട്ട് എന്ന് പറയാം. നെക്സ്റ്റ്, hemerotopia is inability to see clearly in bright light.
ബ്രൈറ്റ് ലൈറ്റ്. ഓക്കെ, എന്താണ് ഹെമറലോപ്പിയ എന്ന് പറഞ്ഞാൽ ഇനബിലിറ്റി ടു സീ ക്ലിയർലി ഇൻ ബ്രൈറ്റ് ലൈറ്റിനെയാണ് നമ്മൾ ഹെമറലോപ്പിയ പറയാം. അപ്പോൾ കുറച്ച് ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിക്ടലോപ്പിയ നമുക്കറിയാം നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഹെമറലോപ്പിയ നമ്മളിപ്പോൾ പറഞ്ഞു. നെക്സ്റ്റ് അക്രോമാറ്റോപ്സിയ. എന്താണ് അക്രോമാറ്റോപ്സിയ? എന്താണത്? കളർ ബ്ലൈൻഡ്നെസ് ആണ്. ഇനി വേർഡ് ബ്ലൈൻഡ്നെസ് ആണെങ്കിലോ ഡിസ്ലെക്സിയ. അക്രോമാറ്റോപ്സിയ കളർ ബ്ലൈൻഡ്നെസ് ആണ്. വേർഡ് ബ്ലൈൻഡ്നെസ് ആണെങ്കിൽ ഡിസ്ലെക്സിയ ആണ്. ഹെമിയനോപ്പിയ ആണെങ്കിലോ ബ്ലൈൻഡ്നെസ് ഇൻ ഹാഫ് ഫീൽഡ് ഓഫ് വിഷൻ. എന്താണ് ഹെമിയനോപ്പിയ ബ്ലൈൻഡ്നെസ് ഇൻ ഹാഫ് ഫീൽഡ് ഓഫ് വിഷൻ ആണ്. അംബ്ലയോപ്പിയ ആണെങ്കിലോ ലേസി ഐ ആണ്. അംബ്ലയോപ്പിയ ആണെങ്കിൽ ലേസി ഐ ആണ്. ഈ അംബ്ലയോപ്പിയ എപ്പോഴാണ് ഉണ്ടാവുക? യൂണി ഒക്കുലാർ മയോപ്പിയയിൽ ഉണ്ടാവും, യൂണി ഒക്കുലാർ ഹൈപ്പർമെട്രോപ്പിയയിൽ ഉണ്ടാവും, യൂണി ഒക്കുലാർ ഹൈ അസ്റ്റിഗ്മാറ്റിസത്തിൽ ഉണ്ടാവും. എന്തിലുണ്ടാവില്ല? യൂണി ഒക്കുലാർ അഫാക്റ്റിയയിൽ ഉണ്ടാവില്ല. സോ അഫാക്റ്റിയ ഈസ് മോസ്റ്റ് കോമൺലി അക്വയർഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് അംബ്ലയോപ്പിയ കോസ് ചെയ്യില്ല. കൺജനൈറ്റൽ അഫാക്റ്റിയ ക്യാൻ കോസ് അംബ്ലയോപ്പിയ. കൺജനൈറ്റൽ അഫാക്റ്റിയ ആണെങ്കിൽ ആംബ്ലിയോപ്പിയ കോസ് ചെയ്യാം, ബട്ട് അത് വെരി വെരി റെയർ ആണ്. ഓക്കെ ആണല്ലോ. ഓൾ ആർ കോസസ് ഓഫ് ഇറഗുലർ അസ്റ്റിഗ്മാറ്റിസം എക്സെപ്റ്റ് cataract surgery. Okay, post operative astigmatism is usually regular ആയിട്ടുള്ളത് ഏതാണ്? പോസ്റ്റ് ഓപ്പറേറ്റീവ് അസ്റ്റിഗ്മാറ്റിസം ആണ്. ഇവിടെ ഫാൾസ് റിഗാർഡിങ് അഫാക്റ്റിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹൈപ്പർമെട്രോപ്പി ഉണ്ട്, കംപ്ലീറ്റ് ലോസ് ഓഫ് അക്കോമഡേഷൻ ഉണ്ട്, ഐറിഡോഡോണസിസ് വരുന്നുണ്ട്. ഫാൾസ് ആയിട്ട് വരുന്നത് ഷാലോ ആൻറ്റീരിയർ ചേംബർ മാത്രമാണ്. ഫാൾസ് റിഗാർഡിങ് അഫാക്റ്റിയ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സയൻസ് ഓഫ് അഫാക്റ്റിയ നോക്കുകയാണെങ്കിൽ ലിംബൽ സ്കാർ ഇൻ സർജിക്കൽ അഫാക്റ്റിയ, ആൻറ്റീരിയർ ചേംബർ ഈസ് ഡീപ്പർ. ഇനി നമ്മൾ പറഞ്ഞു ഐറിഡോഡോണസിസ് പറഞ്ഞു. അതെന്താണ്? ട്രെമുലസ്നെസ് ഓഫ് ഐറിസ് ആണ്. ഇനി പ്യൂപ്പിൾ ഈസ് ജെറ്റ് ബ്ലാക്ക് ഇൻ കളർ. പ്യൂപ്പിൾ എന്ത് കളറാണ്? ജെറ്റ് ബ്ലാക്ക് ഇൻ കളർ. ഇനി പർക്കിൻജേസ് ഇമേജസിൻ്റെ കേസ് പറയുകയാണെങ്കിലോ, പർക്കിൻജേസ് ഇമേജ് ടെസ്റ്റ് ഷോസ് ഓൺലി 2 ഇമേജസ്. നോർമലി 4 ആയിരിക്കും. ഇവിടെ അഫാക്റ്റിയൻ്റെ കേസിൽ 2 ഇമേജസ് മാത്രമേ കാണിക്കുകയുള്ളൂ. നെക്സ്റ്റ് റിഫ്രാക്ഷൻ റിവീൽസ് ഹൈ ഹൈപ്പർമെട്രോപ്പിയ. അത് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ ആൻസർ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട് അല്ലേ? ഓപ്ഷൻ ബി മാത്രമില്ല. നെക്സ്റ്റ് ടെമ്പറൽ ക്രസൻറ്റ് ഈസ് സീൻ ടിപ്പിക്കലി ഇൻ മയോപ്പിയ. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ബ്ലറിംഗ് ഓഫ് വിഷൻ ഫോർ നിയർ വർക്ക് ഒക്കേഴ്സ് ഇൻ. എന്താണ്? ബ്ലറിംഗ് ഓഫ് വിഷൻ ഫോർ നിയർ വർക്ക് ഒക്കേഴ്സ് ഇൻ. ഇവിടെ നോക്കുക, ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യുക. ഹൈപ്പർമെട്രോപ്പിയ പറഞ്ഞിട്ടുണ്ട്, പ്രസ്ബയോപ്പിയ പറഞ്ഞിട്ടുണ്ട്. അപ്പം ബോത്ത് ഓഫ് ദ എബോവ് വരും. എന്താണ്? ബോത്ത് ഓഫ് ദ എബോവ് വരും. ഹൈപ്പർമെട്രോപ്സിൻ്റെ കേസ് പറയുകയാണെങ്കിൽ ദേ വിൽ അക്കോമഡേറ്റ് ഫോർ ഡിസ്റ്റൻസ് ടു സീ ക്ലിയർലി. സോ എക്സസീവ് അക്കോമഡേഷൻ ഈസ് നീഡഡ് ഫോർ NV. So near vision that causes difficulty and blurring in near vision, especially in high hypermetropes. That's why hypermetropy is known as long sightedness. Optical conditions of aphakia includes all except. ഇപ്പോൾ നമ്മൾ പറഞ്ഞേ ഉള്ളൂ, ലോസ് ഓഫ് അക്കോമഡേഷൻ നമ്മൾ പറഞ്ഞു, ഹൈപ്പർമെട്രോപ്പി പറഞ്ഞു, ഇനി അസ്റ്റിഗ്മാറ്റിസം വിത്ത് റൂൾ ആണ് എക്സെപ്റ്റ് ആയിട്ട് ഇവിടെ വരുന്നുള്ളത്. എൻലാർജ്മെൻറ്റ് ഓഫ് റിറ്റിനൽ ഇമേജ് കൂടി ഇവിടെ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് യൂണിലാറ്ററൽ അഫാക്റ്റിയ ഈസ് ബെസ്റ്റ് കറക്റ്റഡ് ബൈ ഇൻട്രാ ഒക്കുലാർ ലെൻസ് ഇംപ്ലാന്റ്. ഇങ്ങനെയാണ് ഇൻട്രാ ഒക്കുലാർ ലെൻസ് ഇംപ്ലാന്റ് വഴി നമുക്ക് യൂണിലാറ്ററൽ അഫാക്റ്റിയ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് പവർ ഓഫ് പോസ്റ്റീരിയർ ചേംബർ ഇൻട്രാ ഒക്കുലാർ ലെൻസ് ഈസ്. ശ്രദ്ധിക്കുക, സ്റ്റാൻഡേർഡ് പവർ ഓഫ് പോസ്റ്റീരിയർ ചേംബർ ഇൻട്രാ ഒക്കുലാർ ലെൻസ് +20 ഡയോപ്റ്റർ ആണ്. എത്രയാണ്? +20 ഡയോപ്റ്റർ ആണ്. നെക്സ്റ്റ് ഇതാ നല്ലൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. സിലിണ്ട്രിക്കൽ ലെൻസസ് ആർ പ്രിസ്ക്രൈബ്ഡ് ഇൻ അസ്റ്റിഗ്മാറ്റിസം. അല്ലെ, സിലിണ്ട്രിക്കൽ ലെൻസ് അസ്റ്റിഗ്മാറ്റിസം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. എ ന്യൂ ബോൺ ഈസ് ഇൻവാരിയബ്ലി ഹൈപ്പർമെട്രോപ്പിക് ആയിരിക്കും. അപ്പോൾ ഇൻഫൻറ്റ് ചോദിച്ചു, ന്യൂ ബോൺ ചോദിച്ചു, ബേബി ചോദിച്ചു, ചിൽഡ്രൻ ചോദിച്ചു, ഡിഫറെൻറ്റ് നെയിംസിൽ ചോദിക്കുകയാണ്, ഹൈപ്പർമെട്രോപ്പിക് ആണ്. നെക്സ്റ്റ് അസ്റ്റിഗ്മാറ്റിസം ഈസ് മോസ്റ്റ്ലി എ ടൈപ്പ് ഓഫ് curvature ametropia. Astigmatism is mostly a type of curvature ametropia. അപ്പോൾ 50 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇതിനകത്ത് നമ്മളൊരു 4-5 ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തതുകൊണ്ടും പിന്നെ നമുക്ക് ഈ PDF മൊത്തത്തിൽ തീർക്കേണ്ടതുകൊണ്ടും നമ്മളൊരു 10 ക്വസ്റ്റ്യൻ കൂടി എക്സ്ട്രാ ചെയ്യാം കേട്ടോ. ഹൈപ്പർമെട്രോപ്പിയ കോസസ്
convergent squint. Hypermetropia causes convergent squint. Okay, hypermetropia causes convergent squint. In retinoscopy, using a plane mirror with working distance 1 meter, when the mirror is tilted to the right, the shadow in the pupil will move to the left in myopia more than 1 diopter. എല്ലാ ഓപ്ഷനും നോക്കി നോക്കുക, ഏത് കണ്ടീഷനാണ് പോസിബിൾ ആകുന്നത് നോക്കുക. ഇവിടെ മയോപ്പിയ മോർ ദാൻ 1 ഡയോപ്റ്റർ ആണ് കേട്ടോ. നെക്സ്റ്റ്, പേഷ്യൻസ് വിത്ത് ഹൈ മയോപ്പിയ മീൻസ് മോർ ദാൻ 6 ഡയോപ്റ്റർ ആർ അറ്റ് ഹയർ റിസ്ക് ഓഫ് retinal detachment, macular degeneration, glaucoma. So the option is all of the above. Next, the bending of beam light when it passes obliquely from one medium to another is known as refraction. എന്താണ് refraction? Bending of beam light when it passes obliquely from one medium to ഇത് medium 1, ഇത് medium 2. This is known as refraction. Ray of light passes without deviation if passes through center of curvature. അപ്പോൾ റേ ഓഫ് ലൈറ്റ് വിത്തൗട്ട് ഡീവിയേഷനിൽ പാസ് ചെയ്യണമെങ്കിൽ അത് സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെ പാസ് ചെയ്തിരിക്കണം. കോൺവെക്സ് ലെൻസ് ഓൾവേസ് ഗീവ്സ് എ റിയൽ ഇമേജ് ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിയോണ്ട് ഫോക്കസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, കോൺകേവ് ലെൻസ് ഒരിക്കലും റിയൽ ഇമേജ് തരില്ല, പക്ഷേ വെക്സ് ലെൻസ് റിയൽ ഇമേജ് തരും, ഇൻവേർട്ടഡ് ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എപ്പോഴാണ് റിയൽ ഇമേജ് തരുന്നുള്ളത്? ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിയോണ്ട് ദ ഫോക്കസ്. ബിയോണ്ട് ദ ഫോക്കസ്. Parallel rays of light entering a convex lens always converge to the principal focus. എന്താണ്? Parallel rays of light entering to the convex lens always converge to the principal focus. Where should an object be placed so that a real and inverted image of the same size is obtained using convex lens? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്? എങ്ങനെയുള്ള ഇമേജ് വേണം നമുക്ക്? റിയൽ ആയിട്ടുള്ള ഇൻവേർട്ടഡ് ഇമേജ് വേണം, ഓഫ് ദ സെയിം സൈസാണ്. അപ്പോൾ നമ്മൾ അറ്റ് 2f വേണം ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, SI യൂണിറ്റ് ഓഫ് പവർ ഓഫ് എ ലെൻസ് ഈസ് ഡയോപ്റ്റർ. 1 ഡയോപ്റ്റർ ഈസ് ദ പവർ ഓഫ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 100 cm. ഇത് അഗെയിൻ റിപ്പീറ്റ് ചെയ്തു വന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെക്സ്റ്റ്, ഇൻ എ സിമ്പിൾ മൈക്രോസ്കോപ്പ് ലെൻസ് യൂസ്ഡ് ഈസ് ബൈ കോൺവെക്സ് ആണ്. അപ്പോൾ നമ്മൾ സിമ്പിൾ മൈക്രോസ്കോപ്പ്, നമുക്ക് മൈക്രോബയോളജി ഒക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അവിടെ മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലാണ്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് മൈക്രോബയോളജി നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്തൊരു ടോപ്പിക്കാണ്. അപ്പോൾ അവിടെ മൈക്രോസ്കോപ്പിൻ്റെ കേസൊക്കെ പറയുമ്പോൾ അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസാണ് ബൈ കോൺവെക്സ് ലെൻസാണ്. ഇനി റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് 1/f ആണ് എന്തായിട്ട് വരുന്നുള്ളത്? നമ്മുടെ പവർ അല്ലേ. അപ്പോൾ 1/f റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? പവർ ഓഫ് എ ലെൻസ് എന്ന് പറയാം. ഒരു കോൺവെക്സ് ലെൻസിനെ നമ്മൾ എന്ത് പറയും? കൺവേർജിങ് ലെൻസ് എന്ന് പറയും. കോൺവെക്സ് ലെൻസ് ഈസ് കോൾഡ് കൺവേർജിങ് ലെൻസ്. നെക്സ്റ്റ്, എ പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഇൻഡിക്കേറ്റ്സ് വിർച്വൽ ഇമേജ്. എ പോസിറ്റീവ് മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ യൂണിറ്റി ഇൻഡിക്കേറ്റ്സ് വിർച്വൽ ഇമേജ്. The power of a convex lens of focal length 50 cm is, എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? 1/f. f എപ്പോഴും എന്തിലായിരിക്കണം? മീറ്ററിലായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? +2 ഡയോപ്റ്റർ എന്ന് കിട്ടും. The focal length of the lens whose power is -1.5 ഡയോപ്റ്റർ. ഇവിടെയും ഇതേ ഇക്വേഷൻ തന്നെയാണ്. ഇവിടെ നമുക്ക് p അറിയാം, പക്ഷെ എന്തറിയില്ല? ഫോക്കൽ ലെങ്ത് അറിയില്ല. അത് വെച്ച് ചെയ്യുമ്പോൾ -66.66 cm കിട്ടും. Real images formed by single convex lens are always എന്താണ്? റിയൽ ഇമേജസ് ഫോംഡ് ബൈ സിംഗിൾ കോൺവെക്സ് ലെൻസ്. നമ്മൾ പറഞ്ഞില്ലേ, റിയൽ ഇമേജസ് ഫോം ചെയ്യും, പക്ഷെ അതെങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും. An object is placed 12 cm from convex lens whose focal length is 10 cm. അപ്പോൾ ഫോക്കൽ ലെങ്ത് 10 cm ആണ്, ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് 12 cm അപ്പോൾ ഇമേജ് എങ്ങനെയായിരിക്കും? റിയൽ ആയിരിക്കും, എൻലാർജ്ഡ് ആയിരിക്കും. റിയൽ ഇമേജ് ആയിരിക്കും, എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. A concave mirror give real image with the same size if positioned at center of curvature. അപ്പോൾ എപ്പോഴും ഓർക്കുക, കോൺവെക്സ് ലെൻസ് എന്ത് തരും? റിയൽ ഇമേജ് തരും. അപ്പോൾ ഈ കോൺവെക്സ് ലെൻസുമായിട്ട് ഏകദേശം എന്താണ് ഇതുള്ളത്, സിമിലാരിറ്റി ഉള്ളത് നമ്മുടെ കോൺകേവ് മിററിനാണ്. കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും അവർ രണ്ടുപേരും എന്ത് തരും? റിയൽ ഇമേജ് തരും. എന്നാൽ കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും അവർ രണ്ടും ഏകദേശം സിമിലാരിറ്റി കാണിക്കുന്ന ഒരു ടീമാണ്. അപ്പോൾ പഠിക്കുമ്പോൾ എപ്പോഴും കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും ഒരുമിച്ച് പഠിക്കുക. അതുപോലെ തന്നെ നമ്മുടെ
കോൺവെക്സ് മിററും കോൺകേവ് ലെൻസും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, സോ ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ വെക്കുകയാണെങ്കിൽ ഒരു കോൺകേവ് മിററിൽ നമുക്ക് റിയൽ ഇമേജ് കിട്ടും. നമ്മൾ പഠിച്ചല്ലേ കോൺവെക്സ് ലെൻസിൽ റിയൽ ഇമേജ് കിട്ടുന്നത്, അതുപോലെ തന്നെയാണ് കോൺകേവ് മിറർ, അവിടെയും നമുക്ക് എന്ത് കിട്ടും, റിയൽ ഇമേജ് കിട്ടും. എന്നാൽ കോൺവെക്സ് മിററിൽ ഒരിക്കലും റിയൽ ഇമേജ് കിട്ടില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ. ദ AR കോട്ടിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി ഇൻ്റർഫെറൻസ്. ഓക്കെ, എന്താണ് ഇൻ്റർഫെറൻസ്? അപ്പോൾ നമ്മളിന്ന് മിക്ക ക്വസ്റ്റ്യൻസിലും ഇതാണ് കണ്ടത്, കോൺകേവ് മിററും കോൺവെക്സ് മിററിൻ്റെ കാര്യങ്ങളാണ് കണ്ടത്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തു. ഇനിയും നമ്മുടെ ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനി വരുന്ന വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ PDF കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷേ വലിയൊരു PDF ആണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ നാളെ കാണാം കേട്ടോ. സോ താങ്ക് യു, ബൈ.